ഞാനിന്നേ ചുമ്മാ ഒന്ന് തോട്ടത്തിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ തോട്ടത്തിൽ ചെയ്തിരിക്കുന്ന ഇൻ്റർക്രോപ്സ് ഒക്കെ ഞാനിന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ. അതായത് നമ്മുടെ ഒരു സ്ഥലത്ത് തന്നെ, അത് ഒരു തോട്ടത്തിൽ തന്നെ പലതരം വിളകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഈ തോട്ടത്തിൽ മാംഗോസ്റ്റിനാണ് കേട്ടോ നമ്മൾ. ഇതിപ്പം നട്ടിട്ടൊരു 4 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഇനി 2 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ മാംഗോസ്റ്റിനൊക്കെ നടുമ്പോഴുണ്ടല്ലോ, കുറച്ച് ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ വേണം കേട്ടോ നടാനായിട്ട്. ഇല്ലെങ്കിൽ അത് കയറിപ്പോരാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും. കാരണം നമ്മൾക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. കാരണം നമ്മൾ ആദ്യം വെച്ചപ്പം നല്ല വെയിലുള്ള എന്ന് വെച്ചാൽ അതിൽ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, വേറെ കൃഷിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ മാംഗോസ്റ്റിൻ തൈ മാത്രമായിരുന്നു അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലായതുകൊണ്ട് ആദ്യമൊക്കെ നമുക്കിത് കയറ്റി കൊണ്ടുവരാൻ കുറച്ചൊന്ന് പാടുപെട്ടു കേട്ടോ. നല്ല നനയൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ അതിന് ചൂടിലൊക്കെ കൊടുത്തിട്ടാണ് ഒരു ഷെയ്ഡൊക്കെ നമ്മൾ ഷെയ്ഡ് നെറ്റൊക്കെ അതിൻ്റെ ചുറ്റും കെട്ടി അങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇനി പുതിയതായിട്ട് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഷെയ്ഡുള്ളിടത്ത് വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്, വാഴ വെച്ചിട്ടുണ്ട്, പിന്നെ കൊടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം ഷെയ്ഡൊക്കെ ഇതിന് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പം മാംഗോസ്റ്റിൻ കയറിപ്പോയി. നമ്മളിവിടെ റോബസ്റ്റ വാഴയാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇതാകുമ്പോൾ പിന്നെ കാറ്റൊക്കെ വന്നാലും വലിയ കുഴപ്പമില്ലല്ലോ, നമ്മുടെ ഏത്തവാഴ പോലെ അങ്ങനെ ഒടിഞ്ഞ് അടത്തൊന്നും ഇല്ലല്ലോ, വലിയ കുഴപ്പം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേദിവസം കൊലകൾ മൂത്തതൊക്കെ വെട്ടിക്കൊണ്ട് പോയായിരുന്നേ. അതുകൊണ്ട് തന്നെ മൂത്ത കൊലയൊന്നും ഇപ്പം ഇല്ല വെട്ടാനായിട്ട്. പിന്നെ നമ്മൾ സിൽവർ നട്ടിട്ട് അതിൽ കൊടി കയറ്റി വിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പ് ഒരിക്കലും ഈ കൊടിയിൽ നമ്മൾ എയർ ലെയറിങ് ചെയ്ത് തൈകളൊക്കെ ഉണ്ടാക്കി, പുതിയ തൈകൾ, കുരുമുളകും തൈകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മുമ്പേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ചിലരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെറിയ കൊടിയിൽ, 1 വർഷമായ കൊടിയിലാട്ടോ ഞാൻ ചെയ്തത്, ചെറിയ കൊടിയിൽ ഇതുപോലെ എയർ ലെയറിങ് ചെയ്താൽ കൊടി പോകുന്നൊക്കെ. ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളെ കൊടിയൊക്കെ ഇപ്പോൾ വളർന്നു വന്നിട്ട്. പിന്നെ മാംഗോസ്റ്റിൻ നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെയും നടുന്നതിൻ്റെയും ഒക്കെ വീഡിയോയും ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ 3 വിളകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുരുമുളകും പിന്നെ വാഴയുണ്ട്, പിന്നെ മാംഗോസ്റ്റിൻ മെയിനായിട്ട്. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് അടക്കയും അതിനകത്തും കുറച്ച് മാംഗോസ്റ്റിനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ റബ്ബറിൻ്റെ അകത്തും കുറച്ച് മാംഗോസ്റ്റിനൊക്കെ വെച്ചിട്ടുണ്ട്. മാംഗോസ്റ്റിന് നന്നായിട്ട് വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുത്താൽ കേട്ടോ അത് പെട്ടെന്ന് കയറിപ്പോരുള്ളൂ, ഇല്ലെങ്കിൽ അത് വളരത്തേ ഇല്ല, ഇങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ തന്നെ നിൽക്കും. നല്ല വെള്ളം വേണം ഇതിന്, വളവും അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് അടക്കയും ഇതിൻ്റെ ഉള്ളിലും മാംഗോസ്റ്റിൻ വെച്ചിട്ടുണ്ട് കേട്ടോ.